പെറ്റ് സ്റ്റോപ്പ് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. ഇന്ന് പലതരം പനികളും കേരളത്തിലെ മനുഷ്യരെ ബാധിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിലൊന്നാണ് H1N1 അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എ എന്ന രോഗം. പല പെറ്റ് ഓണേഴ്സിൻ്റെ സംശയം ഇതാണ്: ഇത്തരത്തിലുള്ള H1N1 പനി നമ്മുടെ പെറ്റ്സിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുമോ, അല്ലെങ്കിൽ H1N1 എന്ന ഈ ഒരു പനി പെറ്റ്സിന് വരുമോ എന്നുള്ളതാണ്. ഈ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു വൈറസ് രോഗമാണ്, പനിയാണ്. ഇൻഫ്ലുവൻസയുടെ സകല ലക്ഷണങ്ങളും മനുഷ്യരിൽ ഈ രോഗം മൂലം ഉണ്ടാവാം. ഇത് പെറ്റ്സിന് വരുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. തീർച്ചയായും മനുഷ്യൻ H1N1 അഫക്റ്റഡ് മനുഷ്യന് അല്ലെങ്കിൽ ഒരു രോഗിയിൽ നിന്നും അത് തീർച്ചയായും നമ്മുടെ പെറ്റിന് പകരാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ H1N1 രോഗബാധയുള്ള ഒരു പെറ്റിൽ നിന്നും അത് മനുഷ്യരിലേക്ക് പകരുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു H1N1 രോഗബാധിതനായ ഒരു ഉടമയിൽ നിന്നും അയാളുടെ പെറ്റിലേക്ക് ഈ രോഗം എങ്ങനെയാണ് പകരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി മോഡാണ്. അതായത് ശ്വസനം വഴിയുള്ളതാണ് ആദ്യത്തെ രോഗപകർച്ചയുടെ കാര്യം. രോഗമുള്ള H1N1 രോഗമുള്ള ഒരു പെറ്റ് ഓണർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അയാളിൽ നിന്നും പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള രോഗാണുക്കൾ അടങ്ങിയ കണികകൾ നമ്മുടെ പെറ്റുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ നമ്മുടെ പെറ്റിന് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ക്ലോസ് കോണ്ടാക്റ്റ് ആണ്. രോഗബാധിതനായ ഒരു പെറ്റ് ഓണർ സ്പർശിക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ പ്രതലങ്ങളിൽ നമ്മുടെ നായ അല്ലെങ്കിൽ പൂച്ചയുമായി കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ആ ഒരു പെറ്റിന് ഈ രോഗിയിൽ നിന്നും H1N1 എന്ന രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായി ക്ലോസ് കോണ്ടാക്റ്റ് ആണ്. അതായത് നാം നമ്മുടെ അരുമമൃഗത്തെ പലപ്പോഴും കൂടെ കിടത്തി ഉറക്കാറുണ്ട്. ഇത്തരത്തിൽ നാം ഈ രോഗമുള്ള ഒരു H1N1 അഫക്റ്റഡ് രോഗമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെറ്റ് ഓണർ തൻ്റെ അരുമയായ നായയോ പൂച്ചയോ ഒപ്പം കിടക്കയിൽ കിടത്തിയാൽ തീർച്ചയായിട്ടും രോഗബാധ നമ്മുടെ പെറ്റിനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നാം നമ്മുടെ അരുമകളെ ഉമ്മ വെക്കാറുണ്ട് അല്ലെങ്കിൽ ചുംബിക്കാറുണ്ട്. ഇത്തരത്തിൽ H1N1 രോഗമുള്ള ഒരു വ്യക്തി തൻ്റെ അരുമമൃഗത്തെ ചുംബിക്കുന്നത് വഴി ആ മൃഗത്തിന് തീർച്ചയായിട്ടും രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ പെറ്റിൽ നിന്നും തിരിച്ച് മറ്റൊരു മനുഷ്യനിലേക്ക് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ റയറാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള രോഗബാധയുള്ള അല്ലെങ്കിൽ H1N1 രോഗിയായ ഒരു പെറ്റ് ഓണർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലുള്ള രോഗബാധിതനായ പെറ്റ് ഓണർ നമ്മുടെ പെറ്റ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ഓരോ പ്രാവശ്യവും പെറ്റിന് ആഹാരം കൊടുക്കുമ്പോൾ കൈകൾ വൃത്തിയായി കഴുകിയിട്ട് വേണം നാം നമ്മുടെ അരുമമൃഗത്തിന് ആഹാരം കൊടുക്കേണ്ടത്. അതായത് ആഹാരം കൊടുക്കുന്നതിന് മുമ്പായി രോഗബാധിതനായ ആൾ കൈകൾ നല്ല പോലെ വൃത്തിയായി വെള്ളവും എന്തെങ്കിലും ഒരു ഡിറ്റർജൻസ് ലൈസോളോ അല്ലെങ്കിൽ അത് ഡെറ്റോളോ പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് കൈകൾ കഴുകിയിട്ട് മാത്രം വേണം അരുമകൾക്ക് ആഹാരം കൊടുക്കുവാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആഹാരം കൊടുക്കുമ്പോൾ നമ്മുടെ പെറ്റ് ഓണർ തീർച്ചയായിട്ടും ഒരു N95 മാസ്ക് ധരിച്ചിട്ട് മാത്രം വേണം നമ്മുടെ നായ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ആഹാരം, വെള്ളം തുടങ്ങിയവ കൊടുക്കേണ്ടത്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ രോഗബാധിതനായ ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവയെ ഒരിക്കലും അവരോടൊപ്പം നമ്മുടെ നായയോ അല്ലെങ്കിൽ നമ്മുടെ പൂച്ചയോ ഒരേ ബെഡിൽ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തു നിന്നുള്ള സന്ദർശകർ ഇത്തരത്തിൽ H1N1 രോഗബാധിതനായ ഒരാൾ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ കാണാൻ അല്ലെങ്കിൽ അയാളെ സന്ദർശിക്കാൻ വേണ്ടി ഒരു വിസിറ്റർ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ആൾ ഒരിക്കലും നമ്മുടെ
പെറ്റിനടുത്തേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി പെറ്റിൽ നമ്മുടെ അരുമ മൃഗത്തിന് H1N1 രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഉയർന്ന പനി ഉണ്ടായിരിക്കും, ക്ഷീണം, മൂക്കൊലിപ്പ്, തുമ്മൽ, ചുമ, ആഹാരം കഴിക്കായിക എന്നീ ലക്ഷണങ്ങൾ നമ്മുടെ അരുമ മൃഗം തീർച്ചയായിട്ടും രോഗമുണ്ടെങ്കിൽ പ്രകടമാക്കും. ഇത്തരത്തിൽ H1N1 രോഗബാധിതനായ ഒരാൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിലും അതോടൊപ്പം നമ്മുടെ നായ അല്ലെങ്കിൽ നമ്മുടെ പൂച്ച, ഈ വീട്ടിൽ കഴിയുന്ന നമ്മുടെ ഓമന മൃഗം ഞാൻ ഈ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറുടെ ചികിത്സ ആവശ്യമാണ്. ഈ ഒരു രോഗം, മൃഗങ്ങളിൽ വരുന്ന H1N1 രോഗം നല്ല ഒരു ഡോക്ടറുടെ ചികിത്സയിലൂടെ നമുക്ക് അത് പരിപൂർണമായും രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എങ്കിൽ പോലും ഇതൊരു സൂണോട്ടിക് ഡിസീസ് അല്ലെ ജന്തുജന്യ രോഗം എന്ന ഒരു പട്ടികയിൽപ്പെടുത്തുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ നാം പ്രത്യേക മുൻകരുതലുകൾ നമ്മുടെ അരുമകളായ നമ്മളുടെ പെറ്റ്സിന് വേണ്ടി തീർച്ചയായിട്ടും കൈക്കൊള്ളേണ്ടത് അവയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി തീർച്ചയായും ഞാൻ തന്നിരിക്കും. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ.